ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. ഇന്ന് ക്വിസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. രണ്ടേ ഉള്ളൂ, നാലില്ല. രണ്ടാമത്തെ എപ്പിസോഡ്. ഇവിടെ 4 കാണിച്ചു. അപ്പോ ഒന്നാമത്തെ ചോദ്യം എന്റെ വക. അതായത് ഹിന്ദി സിനിമയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോമഡി സിനിമയാണ് 3 ഇഡിയറ്റ്സ്. അപ്പോ അതായത് അത് അമീർ ഖാനൊക്കെ അഭിനയിച്ചിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമയാണ്. അതായത് ചേതൻ ഭഗത്തിന്റെ 5 Point Someone എന്ന ഒരു പുസ്തകത്തെ ബേസ് ചെയ്തിട്ടാണ് 3 ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുള്ളത്. അത് ഇനി വിജയൻ മണ്ടൻ അതിന്റെയൊക്കെ റീമേക്ക് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ 3 ഇഡിയറ്റ്സില് നമ്മുടെ റാഞ്ചോ, അതായത് അമീർ ഖാൻ അല്ലാതെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു നമ്മുടെ ആ കോളേജിലെ പ്രൊഫസർ. ആ നടന്ന ബോമൻ ഇറാനി. അപ്പൊ അതിലെ ആ കോളേജിലെ പ്രൊഫസർ ആയിട്ട് വരുന്ന ആളാണ് ബോമൻ ഇറാനി. അപ്പൊ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഒരു കിടിലം പേരാണ്, ഒരു വെറൈറ്റി പേരാണ്. ഈ റാഞ്ച് ഒക്കെ കൊണ്ടിട്ട പേരാണ്, ഒരു വെറൈറ്റി പേര്. ആ പേര് എന്താണെന്നാണ് ഒന്നാമത്തെ ക്യാരക്ടറിന്റെ പേര് എന്താണ്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് എവിടെയാ അതും കൂടെ പറഞ്ഞേക്കാം. നമ്മളെ ലൊക്കേഷൻ വീടാണ്. വളരെ ഭയങ്കര, നമ്മൾ ഇതൊരു വീഡിയോ പോലും എടുക്കാത്ത കിടിലൻ ലൊക്കേഷനാണ്. പാഷൻ ഫ്രൂട്ടോ ബാക്കിലുള്ള ലോലോലിക്ക മരമോ ഒന്നും ഇതിന് മുന്നേ നമ്മുടെ ഒരു വീഡിയോയിൽ പോലും വന്നിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, അല്ലേ? എങ്കിൽ എന്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ക്വിസ് ആണല്ലോ, ഇപ്പൊ പെട്ടെന്ന് തന്നെ ചോദിച്ചേ. ഒരു മനുഷ്യനിലുള്ളത് 206 അസ്ഥികളാണ്, എല്ലുകൾ 206 എണ്ണമാണ് നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ്. ഒരു കുട്ടിയായിരിക്കുമ്പോൾ, നമ്മൾ ജനിക്കുമ്പോൾ 300 എല്ലുണ്ട്, പിന്നെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ എല്ലുകളെല്ലാം ചേർന്ന് അത് 206 എല്ലുകളായി മാറുന്നു. ഓക്കെ, അതൊരു സയന്റിഫിക് കാര്യം. ആ 206 എല്ലുകൾക്കും ഓരോ പ്രത്യേക പേരുകളും ഉണ്ട്. അതെ, സ്റ്റേപ്പിസ്, ഫീമർ, അതൊക്കെ ചെറുതും വലുതുമായ എല്ലുകളുടെ ഒക്കെ പേര്. അപ്പൊ ഈ സ്റ്റേപ്പിസും ഫീമറും ഒക്കെ പോലെ ഒരു അസ്ഥിയുടെ പേരാണ് പാറ്റല്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ പാറ്റല്ല ഏത് അസ്ഥിയാണ്, എവിടെയുള്ള അസ്ഥിയുടെ പേരാണ് പാറ്റല്ല? അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഉത്തരം വേഗം ബുക്കിൽ എഴുതിക്കോ. അതെ, ഈ ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ബിയുടെ അമ്മയാണ് എ, എയുടെ മകളാണ് സി, ഇയുടെ സഹോദരനാണ് ഡി, ഡിയുടെ മകളാണ് ഇ. എങ്കിൽ ഡിയുടെ ആരാണ് എ? ചോദ്യം മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ. അതാണ് പറയണോ? ഇനി പറഞ്ഞ കൺഫ്യൂഷൻ ആക്കണോ? ഡിയുടെ അമ്മ എ, എയുടെ മകനാണ് സി, ഇയും ഡിയും സഹോദരന്മാർ. ബിയുടെ മകനാണ് ഇ, മകനോ മകൾ, ബിയുടെ പുത്രനാണ് പൗത്ര ഇ. എങ്കിൽ ഡിയുടെ ആരാണ് എ? ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ. അപ്പൊ ആ ബന്ധം അങ്ങ് പറഞ്ഞാൽ മതി. ഇനി നാലാമത്തെ ചോദ്യം എന്റേത്. ഇതല്പം കഥാപരമായ ഒരു ചോദ്യമാണ്. നമ്മൾ അടുത്ത മണ്ണിലോട്ട് പ്രവേശിക്കും. അതെ, നമ്മൾ ഇനി ഉൾക്കാടുകളിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ ഉൾക്കാടിലേക്ക് ചെല്ലാം. ഓക്കെ, ഈ പുതിയ കാലത്ത് സന്ദേശങ്ങൾ അയക്കാൻ ആരും കത്തോ ടെലിഗ്രാമോ അങ്ങനെ ഉപയോഗിക്കാറില്ല. എല്ലാവരും ഫോണിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കലൊക്കെയാണ് പതിവ്. എന്റെ ഈ ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും ചെറിയ കത്തിടപാടിനെ കുറിച്ചാണ്. കത്തിടപാടല്ല, ഏറ്റവും ചെറിയ സന്ദേശം, രണ്ടാളുകൾ, വ്യക്തികൾ തമ്മിൽ കൈമാറിയ ഏറ്റവും ചെറിയ സന്ദേശത്തെ കുറിച്ച്. ഓക്കെ, വർഷം. കത്തിടപാടല്ല, ടെലിഗ്രാം. കൃത്യമായിട്ട് പറഞ്ഞാൽ ടെലിഗ്രാം അയക്കുകയായിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. 1862 വർഷം. അന്ന് ലോകപ്രശസ്തനായ ഒരു സാഹിത്യകാരൻ തന്റെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതിന്റെ വിറ്റഴിക്കലിനെ കുറിച്ച്, അതിന്റെ റിവ്യൂ അറിയാൻ വേണ്ടി, എങ്ങനെയാണ് അതിന്റെ വിൽപ്പനയെ കുറിച്ച് അറിയാൻ വേണ്ടി അതിന്റെ പ്രസാധകർക്ക് ഒരു ടെലിഗ്രാം അയക്കുന്നു. ആ ടെലിഗ്രാമില് ഒരു ചോദ്യചിഹ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മാത്രം. എങ്ങനെയുണ്ട് അതിന്റെ വിൽപ്പന എന്നൊക്കെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു പുസ്തകത്തിന്റെ നമുക്ക് മാവ് മരമൊന്നും ഇല്ലാത്ത ക്ലീൻ സർഫസ്. ഈ വാപ്പിയുടെ പറമ്പിന്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു വന്നത്, ടെലിഗ്രാം അയച്ചു. അപ്പൊ ആ പുസ്തകം അത് അന്ന് പ്രസിദ്ധീകരിച്ചതിന് ശേഷം
അതുവരെ കണ്ടിരിക്കുന്നതിൽ വെച്ച് അത്ഭുതകരമായ രീതിയിൽ നമ്മളെയൊക്കെ ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ആ ബുക്ക് വിൽക്കപ്പെട്ടുകൊണ്ടിരുന്നത്. ലോക പ്രശസ്തമായി മാറിക്കൊണ്ടിരുന്ന ആ ഒരു ബുക്ക് വളരെ പെട്ടെന്നാണ് അത് വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിന്റെ പ്രസാധകര് ആ ഒരു ടെലിഗ്രാമിന് മറുപടി ആയിട്ട് അയച്ചത് ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് മാത്രമാണ്. അതെ, ആശ്ചര്യ ചിഹ്നം. അത്രയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ബുക്കിന്റെ വിൽപ്പന എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞ ആ ഒരു ടെലിഗ്രാം സന്ദേശം അയക്കുന്നതിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കും എക്സ്ക്ലമേറ്ററി മാർക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചോദ്യം സിമ്പിൾ ആണ്. അന്ന് ഈ ഒരു ചെറിയ സന്ദേശ കൈമാറ്റത്തിന് കാരണമായ ആ ലോകപ്രശസ്തനായ സാഹിത്യകാരനാര്, അദ്ദേഹത്തിന്റെ ആ ബുക്ക് ഏത്? അപ്പൊ സാഹിത്യകാരനും ബുക്കും തിരിച്ചറിയണം. അതാണ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് എന്റെയാണ്. നിവി പറഞ്ഞല്ലോ ഇപ്പൊ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത് ഈ വാട്സപ്പ് ഒക്കെയാണ്. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഫേസ്ബുക്ക്. ഈ ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ അതാരാണ്? നല്ല ചോദ്യം. കാരണം അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണല്ലോ. മാർക്ക് സക്കൻബർഗ് ആണ് ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ. അതിനല്ലാതെ നമുക്ക് ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ആ ലോഗോയാണ്. ആ നീല കളറും വെള്ള കളറും ഒക്കെയുള്ള ആ ലോഗോ, എഫ് വെള്ള നീല ബാക്ക്ഗ്രൗണ്ട് ഒക്കെയുള്ള ആ കിടിലൻ ലോഗോ. ആ ലോഗോയ്ക്ക് എന്തുകൊണ്ടാണ് നീലയും വെള്ളയും കളർ വന്നത്? എന്തുകൊണ്ടാണ് ആ കളർ വന്നതെന്നാണ് നിങ്ങൾ പറയേണ്ടത്. ആ കാരണം മാത്രം പറഞ്ഞാൽ മതി. അടുത്ത ചോദ്യം എന്റെ അല്ലേ? അതെ. ഓക്കെ, ഇത് ഇനിയൊരു ഒരു കടങ്കഥ അയക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കടങ്കഥ. പോകുമ്പോൾ 4 ആൾ ഒരു നിറം, വരുമ്പോൾ 4 ആൾ പക്ഷെ ഒരു നിറം. ഐ റിപ്പീറ്റ്. അയ്യോ അല്ല, സോറി. പോകുമ്പോൾ 4 ആൾ 4 നിറം, പോകുമ്പോൾ 4 ആൾ 4 നിറം, വരുമ്പോൾ 4 ആൾ ഒരു നിറം. ആർക്കും മാറിപ്പോലെ. പോകുമ്പോൾ 4 ആൾ 4 നിറം, തിരികെ വരുമ്പോൾ 4 ആൾ ഒരു നിറം. അത് കടങ്കഥ. അതിന്റെ ഉത്തരവുണ്ട്. ഒരു ചോദ്യം കൂടെ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്റെ തന്നെയല്ലേ? ഓക്കെ. ഓക്കെ, കിട്ടി. ആ ചോദ്യം സിമ്പിൾ ആണ്. ഇപ്പോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ T20 ഫോർമാറ്റിലൊക്കെ സഞ്ജു സാംസൺ, മലയാളി ക്രിക്കറ്റർ, ഒരു സ്ഥിരം സാന്നിധ്യമാണ്. അതുപോലെ തന്നെ കേരള ക്രിക്കറ്റിന്റെ തലതൊട്ടപ്പൻ എന്നറിയപ്പെടുന്ന ഒരു എറണാകുളം സ്വദേശിയെ കുറിച്ചാണ് എന്റെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 1000 റൺസും 100 വിക്കറ്റും നേടിയ ആദ്യ മലയാളിയാണ് ഇദ്ദേഹം, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റില്. ഇനി ഇദ്ദേഹം 1952 തൊട്ട് 70 വരെ രഞ്ജി ട്രോഫിയിൽ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് ടൂർണമെന്റ് ക്രിക്കറ്റായ പൂജ ക്രിക്കറ്റ്, അതിന്റെ ഓർഗനൈസർ, സംഘാടകരിലും ഒരാളാണ് ഈ വ്യക്തി. ആ മലയാളിയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. കേരള ക്രിക്കറ്റിന്റെ തലതൊട്ടപ്പൻ എന്നറിയപ്പെടുന്നു, പൂജ ക്രിക്കറ്റിന്റെ സംഘാടകരിൽ ഒരാളാണ്, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റില് 1000 റൺസും 100 വിക്കറ്റും നേടിയ ആദ്യ മലയാളിയാണ്, രഞ്ജി ട്രോഫിയിലും കളിച്ചിട്ടുണ്ട്. ആര്? ഇതാണ് എല്ലാ ചോദ്യങ്ങളും. 7 ക്വസ്റ്റ്യൻസ് ആയില്ലേ? ഇനി നമുക്ക് ഉത്തരങ്ങളിലേക്ക് ഇവിടെ പറയൂല്ലേ? ഇവിടെ അല്ല, ഇവിടെ മതി. എല്ലാ ഉറുമ്പും എന്റെ തലയിലാ വീഴും. അപ്പൊ പറഞ്ഞു, നിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ പ്രിൻസിപ്പലിന്റെ പേര് 3 ഇഡിയറ്റ്സിലെ പ്രിൻസിപ്പലിന്റെ പേര് വേറൊന്നുമല്ല, വൈറസ്. ആളുകൾക്ക് എപ്പോഴും ഉപദേശം നൽകി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ചിലർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ പേരാണ്. ഇത് പക്ഷെ പ്രിൻസിപ്പൽ കുട്ടികളെ അത്രയും ഉപദേശിച്ച് പ്രിൻസിപ്പലിന് കൊടുത്ത പേരാണ്. ഉത്തരം വൈറസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാനല്ലേ? ഏതായിരുന്നു? പാറ്റല്ല. ഇത് ഈ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. അതിലൊരു അസ്ഥിയുടെ അപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 206 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. അതില് ഒരെണ്ണമാണ് പാറ്റല്ല. ആ പാറ്റല്ല ഏത് അസ്ഥിയാണ്? വേറൊന്നുമല്ല, കാൽമുട്ടാണ്. പാറ്റല്ല എന്ന് പറയുന്നത് കാൽമുട്ടിലെ അസ്ഥിയാണ്. മൂന്നാമത്തേത് പത്രങ്ങളിലൂടെ അതായത് നമ്മളെ പത്രങ്ങളിലൂടെ സീരീസ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ ബന്ധപ്പെട്ട പത്രങ്ങളിലൂടെ സീരീസ് ഉണ്ടല്ലോ.
അത് നമ്മൾ എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്താൻ പറ്റില്ല. പത്രങ്ങളിലൂടെ അതുകൊണ്ട് നമ്മൾ പുതിയൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിന്റെ പേര് വേറെ മറ്റൊന്നും അല്ല, പത്രങ്ങളിലൂടെ. അതിൽ നമ്മൾ ഓരോ ദിവസവും പത്രബുക്കിൽ എഴുതുന്ന കാര്യങ്ങൾ ഫോട്ടോ എടുത്ത് ഇടുന്നതായിരിക്കും. അതായത് ഒരു വർഷത്തേക്കാണ് നമുക്ക് ഈ കോഴ്സ് ഉള്ളത്. ഫെബ്രുവരി മാസം മുതലായിരിക്കും ഡെയിലി നമ്മൾ ആ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ ചെറുതായിട്ട് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് മാത്രം. 365 ദിവസത്തേക്കായതുകൊണ്ട് 365 രൂപയാണ് ഫീസ് ആയിട്ടുള്ളത്. ഒരു ദിവസത്തേക്ക് 1 രൂപ. ഇനി ഈ പത്രങ്ങളിലൂടെ ഗ്രൂപ്പിൽ അംഗമാകണമെങ്കിൽ ഞങ്ങളെ അല്ല, മറിച്ച് ടീം ബ്രാറ്റ്സിനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. കൂടാതെ തന്നെ പ്രശസ്തമായ ഒരു PSC കോച്ചിങ് സെന്റർ ആണ് ബ്രാറ്റ്സ്. അവരാണ് ഈ ഗ്രൂപ്പിന്റെ കസ്റ്റോഡിയൻ. സോ അവരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. നമ്മൾ നമ്പർ കൊടുക്കാം. നമ്പർ ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. അവരെ കോൺടാക്ട് ചെയ്യുക. പത്രങ്ങളിലൂടെ ഗ്രൂപ്പിൽ അംഗമാകാം. കറണ്ട് അഫയേഴ്സ് സ്ക്രീനിലായിട്ട് പഠിക്കാം. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം എന്റെ മകൻ ബിന്റെ മകൻ ആ ചോദ്യമായിരുന്നു. അതായത് എന്റെ മകനാണല്ലോ ബി, ബിന്റെ മകനാണല്ലോ ഡി. അതുകൊണ്ട് എയും ഡിയും തമ്മിലുള്ള റിലേഷൻ, എന്റെ കൊച്ചുമകനാണ് ഡി. അതായത് ഡിന്റെ മുത്തശ്ശനാണ് എ. മുത്തശ്ശനല്ല, മുത്തശ്ശി. മുത്തശ്ശിയാണ് ഉത്തരം ഞാൻ പറയാം. ഗ്രാൻഡ് മദർ, മുത്തശ്ശിയാണ് ഉത്തരം. കാരണം നമ്മള് ഡിക്ക് എയുമായി എന്ത് ബന്ധം എന്നാണല്ലോ ചോദിച്ചത്. അപ്പൊ മുത്തശ്ശി അത് ഞങ്ങളുടെ മുത്തശ്ശി റുക്കിയ ഹംസ. അപ്പൊ ഉമ്മി എയും നിഷാൻ ഡിയും ആണെന്ന് കരുതുക. അപ്പൊ നിഷാൻ ഉമ്മിയുടെ ആര്? അല്ല, ഉമ്മി നിഷാന്റെ ആര്? ഗ്രാൻഡ് മദർ. അപ്പൊ ഉത്തരം ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് മദർ. ഇനി വീണ്ടും എന്റെ ക്വസ്റ്റ്യൻ. അത് ആ ഏറ്റവും ഷോർട്ടസ്റ്റ് മെസ്സേജിന് കാരണമായ ആ റൈറ്ററും ബുക്കും അത് വേറെ ഏതുമല്ല, പാവങ്ങൾ. വിക്ടർ നല്ല ജീവൻ പോയി. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ, ലേ മിസറബിളെ എന്നാണ് ആ പുസ്തകത്തിന്റെ യഥാർത്ഥ പേര്. പാവങ്ങൾ, വിക്ടർ ഹ്യൂഗോയുടെ ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേഷൻ ഒക്കെ നടത്തിയിട്ടുള്ള വൺ ഓഫ് ദ ബുക്സ് ആണ് പാവങ്ങൾ. അപ്പൊ ഉത്തരം വിക്ടർ ഹ്യൂഗോ ആൻഡ് ഹിസ് ബുക്ക് പാവങ്ങൾ. യെസ്. അടുത്തത് മാർക്ക് സുക്കൻബർഗും ഫേസ്ബുക്കും ലോഗോയും ഒക്കെ ആയിരുന്നു. അതിന് കാരണമായത് കളർ ബ്ലൈൻഡ്നെസ് ആണ്. അതെ, സുക്കൻബർഗിന് കളർ ബ്ലൈൻഡ്നെസ് ആയിരുന്നു. നീലയും വെള്ളമില്ലാതെ മറ്റൊന്നും മര്യാദയ്ക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. അതെ, ഇവിടെയുള്ള ഒന്നും അപ്പോൾ മാർക്ക് സുക്കൻബർഗിന് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് നീലയും വെള്ളയും വന്നത്. കളർ ബ്ലൈൻഡ്നെസ് ആണ് അതിന്റെ ആൻസർ. നീലയും വെള്ളം. ഇനി അടുത്ത എന്റെ ക്വസ്റ്റ്യൻ കടങ്കഥയായിരുന്നു. പോകുമ്പോൾ 4 നിറം, തിരികെ വരുമ്പോൾ 1 നിറം. അതിന് ഉത്തരം നിശാൻ പറയും. പറഞ്ഞോ. മുറുക്കാൻ. അതെ, മുറുക്കാനാണ്. മുറുക്കാൻ അറിയാലോ. വെറ്റില, പാക്ക്, ചുണ്ണാമ്പ്, പുകയില. ഇത് 4. അതെ, പുകയില. ഈ 4 ഐറ്റംസ് ചേർത്താണ് നമ്മൾ മുറുക്കാൻ കഴിക്കുന്നത്. പക്ഷെ അത് അവസാനം അതിന് അതെ ചുമല നമ്മളെല്ലാം ചവച്ച് തുപ്പുമ്പോൾ ചുമല കളറാകും. അതുകൊണ്ടാണ് അപ്പൊ ഉത്തരം തന്നെ. ആ കേരള ക്രിക്കറ്റിലെ തലതൊട്ടപ്പൻ ആ വ്യക്തി പി രവിയച്ചനാണ്. ഓക്കെ, പാലിയത്ത് രവിയച്ചനാണ് ആ മലയാളി ക്രിക്കറ്റർ. അപ്പോൾ ക്വിസിലെ 7 ചോദ്യങ്ങളും ആയിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഈ സ്ഥലം ഒന്നും കൂടി ഓർക്കുക. ഇതുവരെ നമ്മുടെ വീഡിയോയിൽ ഒന്നും വരാത്ത ഉമ്മി വീടാണ്. അത് ഉമ്മി വീടും ഉമ്മി വീട്ടിലെ വാപ്പിയുടെ പൂന്തോട്ടം, പോർത്തൂസ് വാപ്പി. അതാ അവിടെയാണ് നമ്മളുള്ളത്. ബൈ, സ്നേഹപൂർവ്വം. പത്രങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ആ പത്രങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു ക്വിക്ക് ക്വിസ് വീഡിയോയുമായി വരുന്നത് വരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിശാനൊപ്പം.